എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ആ കൊരങ്ങൻ അതാണെങ്കിൽ സാമുറായി വന്നെന്നും പറഞ്ഞ് വലിയ വായിൽ നിലവിളിച്ച് അങ്ങനെ ഓടുകയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ സാമുറായും കാഞ്ചറോയും അവരവരുടെ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ് അവനിവിടെ ഉണ്ടോ, ഞങ്ങൾക്ക് ദയവ് ചെയ്ത് അവനൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് ആ കൊരങ്ങന്റെ പിന്നാലെ പോവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഫ്രാങ്കി അവൻ പതിയെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കും. തൊട്ടടുത്ത് ബ്രൂക്കും റോബിനും അവർ രണ്ടുപേരും കൂർക്കം വലിച്ചുറങ്ങാണ്. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ രണ്ടുപേരും കൂർക്കം വലിച്ചുറങ്ങാണോ ചോദിച്ച് അവൻ അവരെ രണ്ടുപേരെയും തട്ടി എഴുന്നേപ്പിക്കും. അപ്പോഴായിരിക്കും അവരൊരു കാര്യം ശ്രദ്ധിക്കുക. അവിടേക്ക് വന്ന ആ ഒരു ഡ്രാഗന്റെ ചിത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാറ്റിന്റെ പെയിന്റിങ് അവർക്ക് കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ഉറപ്പാവും സാമുറായും കാഞ്ചറോയും അവർ രണ്ടുപേരും ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്ന്. ഓ നോ, എത്രയും വേഗം അവരെ കണ്ടെത്തണം. എന്തെങ്കിലും വലിയ അപകടത്തിലേക്ക് പോയി വീഴുന്നതിന് മുൻപ് അവരെ കണ്ടെത്തി സേഫായ ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റണമെന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും നാലു ഭാഗത്തേക്ക് ഓടുകയാണ്. ഇതാ ആ കൊരങ്ങൻ അതാണെങ്കിൽ ഓടിച്ചാടി ആ ബെല്ലിന്റെ അടുത്തേക്ക് വന്ന് ബെല്ല് അച്ചറം പൊച്ചറ അടിക്കുകയാണ്. അതിനുശേഷം വീണ്ടും വീണ്ടും അവൻ സാമുറായുടെ പേര് പറഞ്ഞ് നിലവിളിച്ച് കൊണ്ടേയിരിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം ഐലാൻഡിലുള്ള ജനങ്ങള് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ആ ഡോഗ് കിങ് ഡ്യൂക്ക് ആളും ആളുടെ അസിസ്റ്റൻസും യുദ്ധത്തിനൊരുങ്ങി ആ മുതലയുടെ പുറത്ത് കയറി അങ്ങനെ നടന്നു വരികയാണ്. അതേസമയം ഇവിടെ നമ്മുടെ കാറ്റ് കിങ് ആക്ച്വലി ഡേ ടൈം കാറ്റ് കിങ്ങിന് ഡ്യൂട്ടി ഇല്ല. പക്ഷേ ഇനി ഒരിക്കലും ഐലാൻഡിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കാറ്റ് കിങ്ങും ആളുടെ അസിസ്റ്റന്റ് പെട്രോയും ബാക്കിയുള്ള സോൾജിയേഴ്സ് എല്ലാവരും ചേർന്ന് ഇപ്പോ അറ്റാക്ക് ചെയ്യാൻ ഐലാൻഡിലേക്ക് കടന്നു വരും. അതേസമയം ലൂഫി ആൻഡ് ടീമാണെങ്കിൽ മൂക്കറ്റം വെള്ളം അടിച്ച് ഫുഡ് കഴിച്ച് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഉടനെ നാമി അവളാണെങ്കിൽ അവിടുത്തെ ശബ്ദം കേട്ട് അങ്ങനെ ഞെട്ടി എഴുന്നേക്കും. കാര്യം മനസ്സിലാക്കി അവളാണെങ്കിൽ ലൂഫി എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ ഉറക്കത്തില് എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയും. ഇവിടെ നമ്മുടെ സാമുറായും കാഞ്ചറോയും അവര് ആ ബെല്ലിന്റെ സൗണ്ട് കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിന് കാഞ്ചറോ പറയും ഒരുപക്ഷെ നമ്മളെ ബെല്ലൊക്കെ അടിച്ച് ഈ ഐലാൻഡിലേക്ക് സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷെ സാമുറായിക്കാണെങ്കിൽ ഭയങ്കര സംശയം. കാരണം ഓൾറെഡി ലോ ഈ ഒരു ഐലാൻഡിലെ ആൾക്കാരെ കുറിച്ച് അവരോട് പറഞ്ഞതാണ്. ഇവിടെയുള്ളവർക്ക് ഹ്യൂമൻ ബീയിങ്സിനെ ഒട്ടും ഇഷ്ടമല്ല. അവരെ കയ്യിൽ കിട്ടിയ അവര് തീർച്ചയായിട്ടും അടിച്ചു കീറി തിന്നും. എന്തായിരിക്കും സത്യത്തിൽ ഇവിടെ നടക്കണമെന്ന് ചിന്തിച്ച് അവർ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിട്ട് മുൻപോട്ടേക്ക് പോകും. അടുത്ത സെക്കൻഡ് ആരോ അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും. അവരതാരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, ഹ്യൂമൺ ആയിട്ട് മാറിയ നമ്മുടെ മൊമന്റോസ്കി. കാഞ്ചറോയ്ക്കും സാമുറായിക്കും മൊമന്റോസ്കിയെ കണ്ട് ഒരുപാട് ആശ്വാസമാവും. ഇനി അവർക്ക് അവരുടെ ഫ്രണ്ടിനെ മാത്രം കണ്ടെത്തിയാൽ മതി. മൊമന്റോസ്കി പറയും, ഞാൻ ഇത്രയും നേരവും ഡോർ ക്ലോസ് ചെയ്ത് ആ റൂമിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നപ്പോ ലൂഫിയെ ടീമിനെ കാണാനില്ല. കുഴപ്പമില്ല, നമുക്ക് മൂന്ന് പേർക്കും ആ കാട്ടിലേക്ക് പോയി ലൂഫിയെ കണ്ടെത്താന്ന് പറഞ്ഞ് അവരങ്ങനെ പതിയെ നടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവരാണെങ്കിൽ അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവാതെ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അതിന് നാമി പറയും കിന്നും കാഞ്ചറോയും അവർ രണ്ടുപേരും ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെയുള്ളവരെല്ലാവരും അവർ വന്നത് മനസ്സിലാക്കി അവർ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഡോഗ് കിങ്ങും കാറ്റ് കിങ്ങും അവർ രണ്ടുപേരും ഒരുമിച്ചാണ് അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് പോയി അവരെ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഐലാൻഡിലുള്ള ഓരോരുത്തരുടെ ഫേസ് കാണിക്കും. അവരെല്ലാവരും ഒരുപാട് ടെൻഷനിലും ദേഷ്യത്തിലും കൊലവെറിയിലുമാണുള്ളത്. ഇവിടെ ഡോഗ് കിങ്ങും കാറ്റ് കിങ്ങും അവർ രണ്ടുപേരും ഇപ്പൊ സിറ്റിയുടെ നടുവിലെത്തി. അടുത്ത നിമിഷം അവർ രണ്ടുപേരും പരസ്പരം അങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ്. പക്ഷെ രണ്ട് കിങ്ങുകളും ആണെങ്കിൽ പരസ്പരം ശ്രദ്ധിക്കില്ല. അവരുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ ആ ഒരു വലിയ മുഹൂർത്തം കണ്ട് ഷോക്കാവുകയാണ്. കാരണം രണ്ട് കിങ്ങുകൾ അവർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ മരണം വരെ ഫൈറ്റ് ചെയ്യും. അവരെല്ലാവരും ടെൻഷനായി രണ്ട് കിങ്ങുകളെയും അങ്ങനെ മാറി മാറി നോക്കി പേടിച്ചു നിൽക്കും. അടുത്ത നിമിഷം രണ്ട് കിങ്ങുകളും പരസ്പരം കാണുകയാണ്. അവരങ്ങനെ പല്ല് കടിച്ച് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ നടന്നടുക്കും. അവരുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ പറ്റും പോലെ അവരെ തടയാനായിട്ട് അങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. പക്ഷെ അവർ തട്ടി മാറ്റി മുൻപോട്ടേക്ക് വരും. അപ്പൊ ലോങ് ഷോട്ടിലായി നമ്മുടെ സാമുറായും കാഞ്ചറോയും മൊമന്റോസ്കിയും അവരാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ മാറി നിൽക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ ചാടി വീണ് അവറ്റകളെ മൂന്നുപേരെയും അങ്ങനെ ഇറുക്കി പൊട്ടിക്കുകയാണ്. നിങ്ങൾ എന്തായി ചെയ്യണേ? അവരുടെ അടുത്തേക്ക് പോയാൽ അത് വലിയ അപകടമാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ 1000 സണ്ണി കപ്പലിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്യണം. ഓൾറെഡി ഒരു സാമുറായി കാരണം ഇവർക്ക് ഒരുപാട് ലോസ് സംഭവിച്ചു. നിങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിയ അവർ നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് തല്ലി തല്ലി കൊല്ലും. അതേസമയം ഇവിടെ രണ്ട് കിങ്ങുകൾ അവരാണെങ്കിൽ പരസ്പരം 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബാളം. വൈപ്പർ ആണെങ്കിൽ ഡ്യൂക്കിന് പറ്റിയ പരിക്കുകളൊക്കെ പറഞ്ഞ് അവനങ്ങനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കേട്ട് നമ്മുടെ വൈപ്പർ കാറ്റ് ആള് വെറുതെ ഇരിക്കില്ല. ആളെ കൊണ്ട് പറ്റും പോലെ തിരികെ എന്തൊക്കെയോ പറഞ്ഞ് വൈപ്പർ കാറ്റും ഇപ്പോ ഡ്യൂക്കിനെ ഇൻസൾട്ട് ചെയ്യും. അതിനുശേഷം അവർ രണ്ടുപേരും നടന്ന ആ ഒരു ഫൈറ്റ് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ആ ഫൈറ്റിൽ അവർക്ക് എന്തൊക്കെ സംഭവിച്ചു, ആർക്കൊക്കെ എന്തൊക്കെ പരിക്കുകളാണ് പറ്റിയത്.
അവരാ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്തത്, അവരെ വെല്ലുവിളിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ഏറ്റവും കൂടുതൽ ടെററായിട്ട് ഫൈറ്റ് ചെയ്തത് നമ്മുടെ കാറ്റ് കിങ് ആണ്. ആളെ ആ വില്ലന്മാരെല്ലാവരും ചേർന്ന് കെട്ടിയിട്ട സമയത്തും യാതൊരു കൂസലും ഇല്ലാതെ ആ വില്ലന്മാരെ എല്ലാവരെയും ആള് വെല്ലുവിളിച്ചു. എന്റെ ജനങ്ങളെ തൊട്ടു പോകരുത്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്ത് കൊല്ല്. ഞാനാണ് ഈ അയലാൻഡിന്റെ കിങ്. സോ എന്നെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ആദ്യം എന്നെ തോൽപ്പിക്ക്. നിരപരാധികളായിട്ടുള്ള ഇല്ലാത്ത പാവം ജനങ്ങളെ അവരുടെ മെക്കിട്ട് കയറിയിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. അടുത്ത നിമിഷം കാലി കയറിയ വില്ലന്മാര് അവരാണെങ്കിൽ കിങ്ങിനെ അച്ചറം പൊച്ചറം ആഞ്ഞു വെട്ടുകയാണ്. കട്ട് ചെയ്ത പ്രസന്റില് ക്യാറ്റ് വൈപ്പർ ആണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ ഡോഗ് കിങ്ങിനെ ആളെ കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നിന്റെ ഒരു കാല് പോയിട്ടും നിന്റെ അഹങ്കാരത്തിന് മാത്രം യാതൊരു കുറവുമില്ല. നിന്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും പരുക്ക് പറ്റി, കുറെ പേർക്ക് ജീവന് നഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ടീമില് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടുള്ളൂ, പരുക്കുകൾ പറ്റിയിട്ടുള്ളൂ. നിന്നെപ്പോലൊരു വീക്ക് കിങ് ആണ് നമ്മുടെ അയലാൻഡിന്റെയും നിന്റെ ആൾക്കാരുടെ എല്ലാവരുടെയും ശാപം. ഇനിയും വില്ലന്മാർ ഇവിടേക്ക് കടന്നു വരും. നിന്നെ കൊണ്ടും നിന്റെ ആൾക്കാരെ കൊണ്ടും തല്ലു മേടിച്ച് ഇവിടുന്ന് ഓടാനല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മുടെ നാടിന് പവർഫുള്ളായ ഒരേ ഒരു കിങ്ങിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. അത് കേട്ട് നമ്മുടെ ഡോഗ് കിങ് ആളാണെങ്കിൽ ആളുടെ സ്ക്വാഡ് ഇപ്പൊ ക്യാറ്റ് കിങ്ങിന് നേരെ നീട്ടുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, ഒരു കിങ് മാത്രം ഇനി അയലാൻഡിന് മതി. പിന്നെ ഇവിടെ വെച്ച് ഞാൻ കൊന്നു കളയാൻ പോവാണ്. അത് കേട്ട് വാണ്ടയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരെ തടയാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇത് കണ്ട നമ്മുടെ സാമുറായി അവൻ നമ്മുടെ ആൾക്കാരുടെ കൈയൊക്കെ തട്ടി മാറ്റി കിങ്ങുകളുടെ നടുവിലേക്ക് അങ്ങനെ ചാടി വീഴുകയാണ്. നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഓൾറെഡി ആ വില്ലന്മാര് നിങ്ങളെ എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് ഒരു പരുവാക്കി. ഇപ്പൊ നിങ്ങൾ തന്നെ പരസ്പരം അറ്റാക്ക് ചെയ്ത് ചാവാൻ പോവാണോ? ഇന്നും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഫ്രീസ് ആയിട്ട് സാമുറായെ തന്നെ നോക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടി കൂടി വരും. കാരണം അവര് സാമുറായെ തിരിച്ചറിഞ്ഞു. ചോപ്പറും ഉസോപ്പും അവിടെ ഓടി എത്തുമ്പോഴേക്കും മൊമന്റോസ്കിയും റോയും അവർ രണ്ടുപേരും ഇപ്പൊ സാമുറായുടെ അടുത്തേക്ക് വരും. സാമുറായി ആണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ ഞങ്ങളുടെ ഐലാൻഡിലെ എന്റെ ഫ്രണ്ട് റൈസോ അവനെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്. അവൻ ഈ ഐലാൻഡിലേക്കാണ് എത്തിയതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടെത്തി തരാൻ ഞങ്ങളെ സഹായിക്കാമോ? സാമുറായി ആണെങ്കിൽ അവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ തുറന്നു പറയാണ്. അടുത്ത നിമിഷം ആ ടീം രണ്ട് കിങ്സും ടീമും അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് അടുത്ത് വരും. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഫൈറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ ആവില്ല എന്ന്. രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അടുത്ത് വന്ന് നിൽക്കും. അടുത്ത നിമിഷം രണ്ട് കിങ്ങും ജനങ്ങളും സബോർഡിനേറ്റ്സും എല്ലാവരും പൊട്ടിക്കരയാണ്. അവരിപ്പോ നമ്മുടെ ആൾക്കാരുടെ മുൻപിൽ താണു വണങ്ങിയിരുന്ന് അവരോട് പറയും, ആക്ച്വലി വർഷങ്ങളായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. അവരാ വില്ലന്മാരോട് പറഞ്ഞത് റൈസോയെ അവർക്കറിയില്ല എന്നാണ്. അതേ കിങ്ങും അവിടെയുള്ള ആൾക്കാരും പറയുന്നു വർഷങ്ങളായി ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അവരെല്ലാവരും തലകുനിച്ച് നന്ദി പറഞ്ഞ് റൈസോ ആളിവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് കരയാണ്. അതിന് നമ്മുടെ കാറ്റ് കിങ് ഉസോപ്പിനെ ആശ്വസിപ്പിക്കും. ആക്ച്വലി ഞങ്ങളുടെ അയലാൻഡും സാമുറായി ഫാമിലിയും അവർ ശരിക്കും ഒറ്റ ഫാമിലി പോലെയാണ് വർഷങ്ങളായിട്ട് ജീവിച്ചു വരുന്നത്. ഞങ്ങളെ കൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ ഫാമിലിയെ തന്നെ ഒറ്റ കൊടുക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട് ലൂഫിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവും. ഏകദേശം അവന്റെ അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവർക്കും. അവനതങ്ങനെ ഓർത്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.